ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതാവും CPM കേന്ദ്ര കമ്മിറ്റി അംഗവുമായ PK ശ്രീമതി ടീച്ചർ നമ്മോടൊപ്പം ചേരുകയാണ്. ടീച്ചർ, ഇപ്പോൾ ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടൊരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. സർക്കാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന് ഈ റിപ്പോർട്ടിൻ്റെ പൂർണ്ണ രൂപം നൽകണം, അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി അന്വേഷണം നടത്തുക, അതിനുശേഷം മാത്രമേ മുദ്രവെച്ച കവറിൽ സർക്കാർ സമർപ്പിച്ചിരിക്കുന്ന പൂർണ്ണ രൂപം തുറക്കുകയുള്ളൂ എന്ന് കൂടി കോടതി പറഞ്ഞിരിക്കുന്നു. എന്താണ് ഈ സാഹചര്യത്തിൽ കോടതിയുടെ ഇടപെടലിനെ കുറിച്ച് ടീച്ചർക്ക് പറയാനുള്ളത്? കോടതിയുടെ ഇടപെടൽ വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഞങ്ങളുടെ സംഘടനയും WCCയെയും ഒപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെയും എല്ലാം സ്വാഗതം ചെയ്തിട്ടുള്ളതാണ്. അതോടൊപ്പം ഇന്നിപ്പോ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഈ ഒരു വിധി അല്ലെങ്കിൽ ഒരു ഉത്തരവ്, അത് തീർച്ചയായിട്ടും നമ്മുടെ ഗവൺമെന്റ്, കേരളത്തിലെ ഗവൺമെന്റ്, LDF സർക്കാർ തീരുമാനിച്ച് ഉത്തരവിട്ട പുതിയ ഇൻവെസ്റ്റിഗേഷൻ ടീം, അത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ഇൻവെസ്റ്റിഗേഷൻ ടീം. അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ട് എന്നുള്ള നിലക്ക് മാത്രമല്ല, വളരെ പ്രഗത്ഭരായിട്ടുള്ള 4 വനിതാ IPS ഓഫീസേഴ്സ് ഉൾപ്പെടെ ഉയർന്ന തലത്തിൽ നിൽക്കുന്ന 4 വനിതകൾ ഉൾപ്പെടെയുള്ള ഒരു വലിയ ടീമാണത്. തീർച്ചയായിട്ടും കുറ്റവാളികളെ കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ കഴിയത്തക്ക വിധത്തിലുള്ള അന്വേഷണം നടത്താൻ ഈ തീരുമാനം, കോടതിയുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി, ഈ റിപ്പോർട്ട്, ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ മുഴുവൻ ഭാഗവും കൊടുക്കണം. അത് അവർക്ക് പരിശോധിക്കാം. അവരല്ലേ നിയമപാലകരല്ലേ അവർ. നിയമം അനുസരിച്ച് നിയമത്തിന്റെ ഭാഗമായിട്ടുള്ള വിധി നടപ്പിലാക്കുന്ന കോടതിയാണെങ്കിലും അത് നിയമപാലകർ എന്നുള്ള നിലയിൽ നമ്മുടെ ഈ പോലീസിന്റെ ഇൻവെസ്റ്റിഗേഷൻ ടീം തീർച്ചയായിട്ടും അത് നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യും. കുറ്റം ആരോപിക്കപ്പെട്ടാൽ അത് കുറ്റവാളിയാകണമെന്നില്ല, പക്ഷെ കുറ്റവാളിയാണെങ്കിൽ അത് തീർച്ചയായിട്ടും തെളിയിക്കാൻ കഴിയുന്ന വളരെ പ്രഗത്ഭരായിട്ടുള്ള ഒരു ടീമാണ്. അവരുടെ കയ്യിലേക്ക് ഈ റിപ്പോർട്ട് വന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. അത് മറ്റാരെങ്കിലും പറഞ്ഞു എന്നുള്ളത് കൊണ്ടല്ല, ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെയാണ് ഈ കാര്യത്തിൽ ഒരു നിർദ്ദേശം വന്നിട്ടുള്ളത്, ഉത്തരവ് വന്നിട്ടുള്ളത്. അതിനെ സഹർഷം സ്വാഗതം ചെയ്യുന്നു. എനിക്ക് പറയാനുള്ളത്, നമ്മുടെ WCCക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ താരങ്ങൾക്ക്, യുവതികളായിട്ടുള്ള അവരും പ്രായം മറ്റു പഞ്ചവയസ്കർ എല്ലാവരും ഉണ്ട് അതിലെങ്കിലും കൂടുതലും ചെറുപ്പക്കാരികളായിട്ടുള്ളവരാണ്. പാർവതി തിരുവോത്തനെ പോലുള്ള നമ്മുടെ നല്ല ഊർജ്ജസ്വലയും ബോൾഡും ആയിട്ടുള്ള സിനിമാ രംഗത്തെ അതുല്യ പ്രതിഭകളായിട്ടുള്ളവർ തുല്യതയ്ക്ക് വേണ്ടി നടക്കുന്ന ഈ പോരാട്ടത്തിന് തീർച്ചയായിട്ടും വലിയ ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് മാത്രമല്ല, ആ മേഖലയിൽ ഇന്ന് കാണുന്ന ഭരണഘടനാനുസൃതമായി ലഭിക്കേണ്ടുന്ന അവകാശങ്ങളും അവസരങ്ങളും നിഷേധിക്കപ്പെടുന്നത് തിരുത്തി അവിടെ ജോലി ചെയ്യുന്ന ഓരോരുത്തർക്കും ന്യായമായ രീതിയിൽ അവർ അവകാശപ്പെടുന്നത് ലഭിക്കാൻ കഴിയത്തക്ക വിധത്തിലുള്ള ഒരു തീരുമാനം ഇതിന്റെ ഭാഗമായിട്ടുണ്ടാകും. അത് തന്നെയാണ് അവർ ആവശ്യപ്പെടുന്നത്. പറഞ്ഞതുപോലെ തന്നെ പാർവതി തിരുവോത്തിനെ പോലെയുള്ളവരുടെ ബോൾഡ്നെസ്, പക്ഷേ ഒരു ന്യൂനപക്ഷത്തിന് മാത്രമാണ് ഈ ബോൾഡ്നെസ് ഉള്ളത്, ഭൂരിപക്ഷവും ഈ ബോൾഡ്നെസ് ഇല്ല. അത് തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരാൻ വൈകിയതിന് ഇടയാക്കിയതും. പലർക്കും മൊഴി നൽകിയെങ്കിലും തുടർ നടപടികൾക്ക് കിടക്കാൻ താല്പര്യമില്ല, പേരുകൾ പുറത്തു വരരുത്. ഒരുപക്ഷേ അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് റിപ്പോർട്ട് വരുമ്പോഴും സമാനമായ ഒരു പ്രതിസന്ധി നിലനിൽക്കുകയാണ്. പലരും മൊഴി നൽകാൻ മടിക്കുകയും തുടർന്ന് പരാതികളിലേക്കും കേസുകളിലേക്ക് പോകാൻ താല്പര്യമില്ലെന്ന് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ ജനാധിപത്യ മഹിളാ അസോസിയേഷന് അടക്കം ഇടപെടാനുള്ള ഒരു സ്പേസ് കൂടിയുണ്ട്. ഇന്ന് ഞങ്ങൾ നടത്തിയ ഒരു സെമിനാർ, അതിലൊരു ഭാഗം മാത്രമാണ് തൊഴിലിടങ്ങളിലെ സ്ത്രീകളുടെ പ്രശ്നം, സ്ത്രീയും തൊഴിലിടവും. ആ സെമിനാറിൽ പങ്കെടുത്തുകൊണ്ട് നമ്മുടെ സജിതാ മഠത്തിൽ അവര് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വളരെ നന്നായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും എനിക്ക് വളരെ ഒരു സന്തോഷം തോന്നി. ഞങ്ങൾ എന്നും അവരോടൊപ്പം ഉണ്ട് എന്ന് മാത്രമല്ല, നിങ്ങൾ പറയുന്ന പോലെ ചിലപ്പോൾ ഒരു വ്യക്തിയിൽ നിന്നായിരിക്കും തുടങ്ങുക. ലോകത്തിലെമ്പാടും നിങ്ങൾ ഓർത്തു നോക്കൂ, വോട്ടവകാശത്തിന് വേണ്ടി ഒരു വ്യക്തിയിൽ നിന്നാണ് തുടങ്ങിയത്. ഒരു വ്യക്തിയാണ് ആദ്യം ഉന്നയിച്ചത്. അങ്ങനെ കുറച്ച് പേരാകും, ഒരു കൂട്ടമാകും, ഒരു സംഘമാവും, വലിയൊരു സൈന്യം, ഒരു സമൂഹമാകും. ആ നീതിയുടെ ഭാഗത്ത്, ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കാൻ തീർച്ചയായിട്ടും ഒരുപാട് ആളുകൾ വരും. പക്ഷേ പൂച്ചക്കാര് മണികെട്ടും എന്നുള്ളതായിരുന്നു കുറെ കാലമായിട്ട് ഉയർന്നു വന്ന പ്രശ്നം. പക്ഷെ പൂച്ചക്ക് മണികെട്ടാൻ തയ്യാറായിട്ട് കുറെ കുട്ടികൾ, കുറെ ചെറുപ്പക്കാരികൾ വന്നു എന്നുള്ള യാഥാർത്ഥ്യത്തിന് മുൻപിൽ നമ്മൾ ഒട്ടും പകച്ചു നിൽക്കേണ്ട ആവശ്യമില്ല. അത് ഈ കേരളത്തിലെ സിനിമാ മേഖലയിലെ മുഴുവൻ തുല്യതയ്ക്ക് വേണ്ടി നിൽക്കുന്ന, അത് പുരുഷന്മാരാവട്ടെ സ്ത്രീകളാവട്ടെ, അവർക്ക് ഒരു വലിയ ഊർജം, അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് അവർക്കൊരു പ്രചോദനമാവും. യാതൊരു സംശയമില്ല. വരും കാലങ്ങളിൽ
കേരളത്തിൽ സിനിമാ മേഖലയിലും മറ്റു മേഖലകളിലും സ്ത്രീകൾക്ക് ഈ തുല്യാവസരങ്ങൾ ലഭിക്കുന്നതിന് ഒരു തരത്തിലുള്ള വിവേചനമോ അവഗണനയോ ഇല്ലാതെ മുന്നോട്ട് പോകുന്നതിന് കഴിയത്തക്ക വിധത്തിൽ അവർ പ്രവർത്തിക്കും. ഇവിടെ സ്ത്രീകൾക്ക് പരിഗണനയല്ല, അവരുടെ അവകാശങ്ങൾ അംഗീകരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ആ അവകാശങ്ങൾ, അവരുടെ റൈറ്റ് അംഗീകരിച്ചു കൊടുക്കണം. അത് ഭരണഘടനയിൽ പറയുന്നുണ്ട്. അത് സിനിമാ മേഖലയിലും മറ്റു തൊഴിൽ മേഖലയിലും മറ്റെല്ലാ മേഖലയിലും ഈ പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ തീർച്ചയായിട്ടും ഇവരുടെ ഒരു മുൻകൈ അതൊരു പ്രചോദനമാകും. അത് കൈരളി ഈ വിഷയം എടുത്തതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. വളരെ നന്ദി ടീച്ചർ, ഈ സാഹചര്യത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചത്. ഏതായാലും വലിയ ഒരു ചെറുചലനങ്ങൾ കൂടി വലിയ മാറ്റങ്ങൾക്ക് തുടക്കമാകുമെന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് PK ശ്രീമതി ടീച്ചർ അടക്കം പ്രകടിപ്പിച്ചത്. ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുള്ള വലിയ ഇടപെടലുണ്ടായിരിക്കുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പൂർണ്ണരൂപം പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്.